ഈ അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ലെന്ന് ഒരു പഴമൊഴിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിന്റെ രാജപാതയിലൂടെ ബൈക്കിൽ പറന്ന ഒരു വെള്ള ഷർട്ടുകാരനെ കണ്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ വാചകമാണിത്. ഞാനൊരു വീഡിയോ കാണിക്കാം. മന്ത്രി റോഷി അഗസ്റ്റിൻ മന്ത്രി എന്ന നിലയിലുള്ള അകമ്പടിയും പൈലറ്റും ഒക്കെ ഉപേക്ഷിച്ച് ഒരു ബുള്ളറ്റിൽ തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ ആരായാലും പറഞ്ഞു പോകും. അതേ എൻ്റെ സുഹൃത്തും പറഞ്ഞുള്ളൂ. റോഷി ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങളാകാം. അതിന്റെ ഒരു ഹാങ് ഓവറിലായിരിക്കാം കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെ ഒരു സുഹൃത്ത് ഔദ്യോഗിക വസതിയിൽ കാണാൻ വന്നപ്പോൾ സംഭവിച്ചത്. സുഹൃത്തിനെ യാത്രയാക്കാൻ പുറത്തിറങ്ങിയ റോഷി കണ്ടത് സുഹൃത്ത് വന്ന ബൈക്കാണ്. ഉടനെ തന്നെ ബൈക്കിന്റെ കീ വാങ്ങി സ്റ്റാർട്ട് ചെയ്തു. മ്യൂസിയത്തിലുള്ള പതിവ് സായാഹ്ന സവാരിക്ക് പോകാൻ തയ്യാറായിരുന്ന മന്ത്രി റോഷി സുഹൃത്തിനോട് പറഞ്ഞു പുറകെ കാറിൽ വരാൻ. ഒരു 18-കാരന്റെ മനസ്സും ചുറുചുറുക്കുമോടെ ബുള്ളറ്റുമായി റോഷി മ്യൂസിയത്തിലേക്ക് പാഞ്ഞു. ഒരു കാലത്ത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ബുള്ളറ്റ് യാത്ര ചെയ്ത ഓർമ്മകളും പേറിയായിരിക്കാം റോഷി ഔദ്യോഗിക വസതിയായ പ്രശാന്തിൽ നിന്ന് മ്യൂസിയത്തിലേക്ക് പാഞ്ഞത്. സാധാരണ തിരുവനന്തപുരത്തുള്ളപ്പോൾ വൈകുന്നേരങ്ങളിൽ മ്യൂസിയത്തിൽ വന്ന് 4-5 റൗണ്ട് നടക്കുന്ന ഒരു പതിവുണ്ട്. വൈകുന്നേരങ്ങളിലെ നടത്ത മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ലഭിക്കുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അഭിപ്രായം. ബൈക്കിൽ വന്നിറങ്ങുന്ന മന്ത്രിയെ കണ്ട് പതിവായി നടക്കാൻ വരുന്നവരും ഒന്നാം വരുന്നു. അതിനിടെ പിറകിലെ കാറിൽ അവിടെ എത്തിയ സുഹൃത്ത് ബൈക്കിന്റെ കീയും മേടിച്ച് യാത്രയായി. വർഷങ്ങളോളം താൻ ഉപയോഗിച്ച ഇരുചക്ര വാഹനങ്ങളെ പറ്റിയും പിന്നീട് വാങ്ങിയ ജീപ്പിനെ പറ്റിയൊക്കെ റോഷി ഇത് കണ്ട ഒരു മാധ്യമ പ്രവർത്തകനോട് പങ്കുവച്ചു. ആദ്യം വാങ്ങിയതൊരു LML വെസ്പ സ്കൂട്ടറാണെന്നാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ചെലവ് കാശ് ഒപ്പിക്കാൻ പണിപ്പെടുന്നതിന്റെ ഭാഗമായി ആ സ്കൂട്ടർ ഒരിടത്ത് പണയം വെച്ചു, പൈസ എടുക്കുകയും ചെയ്തു. പിന്നീട് ആ സ്കൂട്ടർ പണയത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കാതെ അത് നഷ്ടമായി. പിന്നീട് ബുള്ളറ്റിലേക്ക് മാറി. ആ ബുള്ളറ്റാണ് KSC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള യാത്രയിൽ തുണയായി കൂടെ ഉണ്ടായിരുന്നു. റോഷിയുടെ കയ്യിൽ വേറെയും ചില കുസൃതികളൊക്കെ ഉണ്ട്. ബാഡ്ജുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് നമ്മുടെ മന്ത്രി റോഷി എന്നത് മറ്റൊരു കൗതുകമാണ്. യഥാർത്ഥത്തിൽ വണ്ടികളെ പറ്റി അറിയാവുന്ന റോഷിക്ക് കൊടുക്കണമായിരുന്നു ഇറിഗേഷന്റെ കൂടെ ഗതാഗത വകുപ്പും കൂടി. രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആകുമെന്ന പ്രതീക്ഷയിലല്ല രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണിത്. പിന്നെ നല്ല പൊറോട്ട അടിക്കാനും അറിയാം. അത് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടും കാണിച്ചു തന്നിട്ടുമുണ്ട്. ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ പൊറോട്ട അടിച്ച് ജീവിക്കാമെന്ന് പറയാനും ഈ മനുഷ്യന് പ്രത്യേകിച്ച് അറപ്പൊന്നുമില്ല. അറിയാവുന്ന തൊഴിലിനെ ഒന്നുകൂടി സാധകം ചെയ്തു വെക്കുന്നു. എന്ന് വെച്ചാൽ മന്ത്രിപ്പണി ഇല്ലെങ്കിലും ജീവിക്കാനുള്ള കൈത്തൊഴിൽ അറിയാമെന്ന് ചുരുക്കം.